എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ ലാലേട്ടൻ, ശോഭന, തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസായിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ രാവിലെ 10 മണിക്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകരാണ് ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ പ്രതികരണം എപ്പോൾ വരും, ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ എപ്പോഴാണ് പുറത്തു വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 8000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വളരെ കാലത്തിന് ശേഷം ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായ ഷൺമുഖം എന്ന കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ തുടരുമെന്ന സിനിമയിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ഏപ്രിൽ 25 രാവിലെ 10 മണിയോടുകൂടിയാണ് കേരളത്തിലടക്കം ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിച്ചിരിക്കുന്നത്. സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറും 46 മിനിറ്റുമാണ്. അതുകൊണ്ട് തന്നെ തുടരുമെന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ, അതായത് ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഒക്കെ ഏകദേശം 11:30 കഴിയുമ്പോഴായിരിക്കും പുറത്തു വരിക. അതിനുശേഷം ചിത്രത്തിന്റെ മുഴുവനുമായിട്ടുള്ള ആദ്യ ഷോയുടെ റിവ്യൂ ഏകദേശം 1:30 ആകും പുറത്തു വരുമ്പോൾ. ഇതിനോടകം തന്നെ മികച്ചൊരു ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചാൽ മികച്ചൊരു കളക്ഷനിലേക്ക് ചിത്രത്തിന്റെ ആദ്യ ദിവസം തന്നെ നേടാൻ സാധിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. ചിത്രത്തിന്റെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ഒക്കെ വന്നപ്പോൾ 2,35 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ 29 ലക്ഷം രൂപയും ഓവർസീസ് ബോക്സ് ഓഫീസിൽ 1,10 ലക്ഷം രൂപയുമാണ് ഫൈനൽ പ്രീസെയിലിലൂടെ തുടരും സിനിമ സ്വന്തമാക്കിയത്. അങ്ങനെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും തുടരും സിനിമ ആദ്യ ദിവസം സ്വന്തമാക്കിയത്, അതായത് ഫൈനലായി സ്വന്തമാക്കിയ പ്രീസെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് 3,74 ലക്ഷം രൂപയായിരുന്നു. 2025 ഒരു മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പ്രീസെയിൽ കളക്ഷൻ കൂടിയാണ് തുടരും സിനിമ ഇവിടെ കുറിച്ചിരിക്കുന്നത്. 2.5 ദിവസത്തെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം, ബുക്ക് മൈ ഷോയിലൂടെ മാത്രം തുടരുമെന്ന സിനിമയുടെ ഭാഗത്തുനിന്നും വിറ്റുപോയത് ഏകദേശം 1,20,000 പരം ടിക്കറ്റുകളാണ്. എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മണിക്കൂറിൽ പുറത്തു വരുന്നതായിരിക്കും. ആ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.